നമസ്കാരം, എൻ്റെ പേര് രാജേഷ് ശരൂർ. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് സങ്കടമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, PCOD, ഇറഗുലർ പീരീഡ്, യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. യൂട്രസ് റിമൂവ് ആയിട്ട് ഇന്ന് 18 വയസ്സ് മുതൽ മുതിർന്ന സ്ത്രീകൾക്ക് വരെയും ഒരുപാട് പേർക്കുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സ്ത്രീ സമൂഹം പോകുന്നു. അപ്പോൾ ഇത് എന്താണ് കാരണം? നമ്മുടെ തെറ്റായിട്ടുള്ള ജീവിതശൈലി തന്നെയാണ് ഒന്നാമത്തത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളില്ല, കൃത്യമായിട്ട് ശരീരത്തിന് ആവശ്യമായ വെള്ളങ്ങൾ എത്തുന്നില്ല. നമ്മൾ തെറ്റായിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന കുറേയേറെ പ്രോഡക്ട്സുകൾക്ക് അടിസ്ഥാനത്തിലുമാണ് ഈ ഒരു കാരണം നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ സ്ത്രീ ശുചിത്വം വ്യക്തമായി പരിപാലിക്കണം. ഒരു ആർത്തവ കാലഘട്ടത്തിൽ ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യാൻ തയ്യാറാകണം. ഒപ്പം തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അടങ്ങുന്ന പാഡുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൂടാതെ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മണ്ണിൽ ലയിച്ചു ചേരുന്ന നല്ല പാഡുകൾ നമുക്കുണ്ട്. അത് എവിടെ കിട്ടും, എങ്ങനെ മേടിക്കണം, അതിൻ്റെ ഗുണങ്ങളൊക്കെ പിന്നെ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 6-7 കാരണങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പറയുന്ന തരത്തിലേക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമത്, കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാറില്ല. കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ യൂട്രസ് എന്തായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. മൂത്രത്തിൽ പഴുപ്പ്, അടിവയറിന് വേദന, അങ്ങനെ ഒരുപാട് തരം പ്രശ്നങ്ങളും ഇതിലൂടെ തന്നെ നമുക്ക് വരും. സ്ത്രീകൾക്ക് പൊതുവെ വെള്ളം അലർജി എന്നുള്ള രീതിക്കാണ് കാണുക. വെള്ളം കൃത്യമായിട്ട് കുടിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വളരെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതല്ല, ഇതിലും കൂടിയ പ്രശ്നങ്ങൾ വരും. കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ നമുക്ക് വരാറുണ്ട്. അപ്പം കൃത്യമായിട്ട് 20 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളമാണ് അനുപാതം. അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 60 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 3 ലിറ്റർ വെള്ളം കുടിക്കണം. ഇതുപോലെ നമ്മുടെ ഹൈറ്റും വെയിറ്റിനും അനുസരിച്ച് കൃത്യമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ വൈകിട്ട് 7 മണിക്കുള്ളിൽ നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടുന്ന വെള്ളം എത്തിക്കണം. അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഉറച്ച തീരുമാനം ഇന്ന് എടുത്താൽ കൃത്യമായിട്ട് നമുക്ക് ദൈവം തന്ന നമ്മുടെ ഗിഫ്റ്റ്, നമ്മുടെ യൂട്രസ് നമ്മുടെ കയ്യിലിരിക്കും. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അത് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. ആ ഒരു തരത്തിലേക്ക് പോകുന്നു. അപ്പം അത് അങ്ങനെ ആകണോ, എൻ്റെ കുടുംബത്തിൽ അത്തരം രീതിയിലുള്ള ഒരു വ്യക്തിയെ കാണണോ എന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു രോഗമെന്ന് പറയുന്ന പ്രശ്നം അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഒരാളെ കാണാത്ത ഒരു തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഒന്നാമത്തെ കാരണം വെള്ളം കുടിക്കാത്തതാണ്. രണ്ടാമത്തെ കാരണം തെറ്റായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അടങ്ങുന്ന പാഡ് തന്നെയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് അടങ്ങുന്ന പാഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ഇച്ചിങ്സുകൾ, ഇൻഫെക്ഷൻസ്, ചൊറിച്ചിലുകൾ, കറുത്തപ്പാടുകൾ, ഫംഗൽസുകൾ, മറ്റ് രീതിക്കുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് രൂപപ്പെടുന്നു. അതിൻ്റെ വ്യക്തമായിട്ട് വിളിക്കുമ്പോൾ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാരണം വെള്ളം കുടിയുടെ അഭാവം. രണ്ടാമത് തെറ്റായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പാഡാണ്. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ pH ബാലൻസ് കറക്റ്റ് അല്ലാത്ത, നമ്മുടെ പൊതുവിപണിയിൽ കിട്ടുന്ന pH ബാലൻസ് കൂടിയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും സോപ്പ് തന്നെയായിരിക്കാം മിക്കുള്ളവരും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളത് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ pH ബാലൻസ് 8നും 9നും 10നും മുകളിലുള്ള pH ബാലൻസ് ആണ്. അതിൻ്റെ കാരത്തിൻ്റെ അംശം പോലും കൂടുതലായിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയും കശുവും ഇൻറ്റിമേറ്റ് ഏരിയയിലും pH ബാലൻസ് എത്രയാണെന്ന് അറിയുമോ? നമുക്ക് മിക്കുള്ളവർക്കും അറിയില്ല. 3.5 മുതൽ 4.5 അപ്പോൾ ഈ pH ബാലൻസ് കുറഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് നമ്മൾ ഇന്ന് തെറ്റായിട്ട് 8നും 9നും 10നും മുകളിലുള്ള സോപ്പ് ഉപയോഗിക്കുമ്പോൾ അൺPH ബാലൻസ് ആകുന്നു. ഓട്ടോമാറ്റിക്കലി അവിടെ ഫംഗൽസ് രൂപപ്പെടാനും മറ്റ് അണുബാധകൾ രൂപപ്പെടാനും അത് കാരണമാകും. അതിലൂടെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത് വെള്ളം കുടിയുടെ പ്രശ്നമാണ്. രണ്ടാമത് തെറ്റായിട്ട് ഉപയോഗിക്കുന്ന പാഡാണ്. അടുത്തത് മൂന്നാമത്തത് നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന സോപ്പാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യണം? 3.5നും 4.5നും അകത്താക്കാൻ നമുക്ക് കൃത്യമായിട്ട് pH ബാലൻസ് കറക്റ്റ് ചെയ്യാൻ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, അത് പറഞ്ഞു തരാം. അപ്പോൾ pH ബാലൻസ് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അടുത്തതാണ് നമ്മൾ തെറ്റായിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സുകളും.
അത് വലിയൊരു കാരണമാണ്. അപ്പോൾ നമ്മൾ പരസ്യങ്ങൾ കാണും, നിറം നോക്കും, മണം നോക്കും, രുചി നോക്കും, വിലക്കുറവ് നോക്കും, പരസ്യങ്ങൾ കാണും. ഇതൊക്കെ കണ്ടും കേട്ടും മാത്രമാണ് ഏതൊരു സാധനം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുകയും ഒപ്പം വെളിയിലേക്ക് ധരിക്കുകയും എല്ലാം ചെയ്യുന്നത്. നമുക്കുള്ളിൽ മാത്രമല്ല അവയവങ്ങളുള്ളത്, വെളിയിൽ നമുക്ക് അവയവങ്ങളുണ്ട്. കൃത്യമായിട്ട് ആരോഗ്യം കിട്ടണമെങ്കിൽ 100% നല്ല എഫർട്ട് എടുത്താൽ മാത്രമേ ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കണം. അപ്പോഴേ സോപ്പ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അതിന് ഇൻറ്റിമേറ്റ് വാഷ് എന്ന് പറയുന്നതുണ്ട്, അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. pH ബാലൻസ് കറക്റ്റ് ചെയ്തുകൊള്ളുക. തെറ്റായിട്ട് ഉപയോഗിക്കുന്ന മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതേ കണക്ക് നമ്മുടെ വെള്ള അരിയുടെ ഉപയോഗം, അതേ കണക്ക് നമ്മുടെ ജങ്ക് ഫുഡുകളുടെ ഉപയോഗം, തെറ്റായിട്ട് നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന എണ്ണ കലർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമുണ്ട്. പൊരിപ്പ് സാധനങ്ങളുണ്ട്, മിച്ചർ, അങ്ങനെയൊക്കെയുള്ള സ്നാക്സ് ഐറ്റംസ്, അങ്ങനെ പൊതുവിപണിയിൽ കിട്ടുന്ന മിക്കുള്ള സാധനങ്ങൾ മായങ്ങളും കലർപ്പുകളും ഉള്ളതാണ്. അമിത ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ ഇതിനെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഫാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അടിയുന്നു. ആ ഫാറ്റിലൂടെ ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക്, ക്യാൻസർ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നു. ഇത്തരം രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നു. നമ്മൾ തീരുമാനിക്കണം, നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം. ആർക്കൊക്കെ നല്ല ഭക്ഷണം കഴിക്കാൻ നമ്മൾ തയ്യാറാകുന്നു അവർക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാകും. നല്ല ഭക്ഷണം നമുക്ക് കിട്ടാനുള്ള നല്ല സംവിധാനമുണ്ട്. അതിൻ്റെ പേര് ആർസിം എന്നാണ്. അപ്പോൾ ആർസിമിൻ്റെ പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100% എഗ്രിയാണ്. 100% മായങ്ങളും കലർപ്പുകളും ഇല്ലാത്ത അടിപൊളി പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറായാൽ പോലും 100% അസുഖമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത കാരണം എന്താണ്? നമ്മൾ വെളിയിലുള്ള മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കവർ പാലുകൾ, അപ്പം എന്നിവയുടെയൊക്കെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കൃത്യമായിട്ട് അടുത്തത് എക്സസൈസ് ഇല്ലായ്മയാണ്. നമുക്ക് മിക്കപ്പോഴും സമയങ്ങളിൽ എന്ത് ചോദിച്ചാലും സമയമില്ല. എപ്പം എന്ത് കാര്യത്തിന് നമ്മൾ വിളിക്കുമ്പോഴും തിരക്കാണ്. ആർക്കും ആരോഗ്യത്തെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല, അവർക്കതിന് സമയമില്ല, പൈസയുമില്ല. അനാവശ്യമായിട്ട് എല്ലാത്തിനും ക്യാഷുകളുണ്ട്, എല്ലാത്തിനും അവർ നന്നായിട്ട് മുടക്കുകയും ചെയ്യും. സ്വന്തം ശരീരം നോക്കാൻ ആർക്ക് സമയവുമില്ല, പൈസയുമില്ല. പക്ഷെ ആരൊക്കെ സ്വന്തം ശരീരം നോക്കണമെന്ന് തീരുമാനിക്കുന്നു, ആർക്കൊക്കെ കിടപ്പ് രോഗി ആവാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവരൊക്കെ 100% വില്ലിങ് ആകും. നല്ല ആരോഗ്യമുള്ളൊരു ശരീരം കിട്ടും, നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സ് കിട്ടും, പവർഫുൾ കോൺഫിഡൻസ് കിട്ടും. ആർക്കൊക്കെ ഇത് വേണോ അവരൊക്കെ ഉറച്ച തീരുമാനമെടുക്കുക. അപ്പം നമ്മൾ തെറ്റായിട്ട് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് പൂർണ്ണമായും ലീവ് ചെയ്ത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ തയ്യാറാകണം, നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാകണം. അത് ഉള്ളിലാണെങ്കിലും വെളിയിലാണെങ്കിലും കൃത്യമായിട്ട് ആരൊക്കെ അത് പരിപാലിക്കുന്നു അവർക്കൊക്കെ 100% ആരോഗ്യം കിട്ടും. അപ്പോഴേ നമ്മുടെ തെറ്റായിട്ടുള്ള ജീവിതശൈലി ഒരു വലിയ കാരണം. അതേ കണക്ക് തന്നെ നമ്മുടെ തെറ്റായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്ന പൊടിയിപ്പുകളിലൂടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമുക്ക് പകരം കല്ലുപ്പ് നമ്മൾ യൂസ് ചെയ്യുക കൃത്യമായിട്ട്. അതുപോലെ എല്ലാ ലേഡീസും ജെൻസിനും നമ്മുടെ ശരീരത്തിൽ അമിതമായ ചൂട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഹിബ് ബാത്ത് എടുക്കണം. പണ്ട് നമുക്ക് കുളമുണ്ടായിരുന്നു, പുഴയുണ്ടായിരുന്നു, അതിൽ നമ്മൾ മുങ്ങി നിവരുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ തണുപ്പ് കിട്ടുമായിരുന്നു. ഇന്ന് കുളി തന്നെ ഇല്ല. ഒരു വട്ടം കുളിച്ചാൽ അത് വലിയ കാര്യം. ആ കുളിക്കുന്ന വെള്ളം തന്നെ വളരെ കുറച്ച് നമുക്ക് കിട്ടുകയുള്ളൂ. വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ള സ്ഥലമുണ്ട്, അവിടെ തീരെ കുളിയും കാണുകയില്ല. അപ്പം ഇതിലൂടെ എല്ലാം നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ചൂട് നമ്മുടെ ശരീരത്തിൽ അമിതമായി തങ്ങി നിൽക്കുന്നതിലൂടെ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റു ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഒരു വലിയൊരു ബേസൻ മേടിച്ച് വെള്ളം നിറയ്ക്കുക. കൃത്യമായിട്ട് 2 നേരമെങ്കിലും ഹിബ് ബാത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. അപ്പം അത് നമ്മൾ പരിപാലിക്കപ്പെടണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ മാറ്റണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. കൃത്യമായ വെള്ളം കുടിക്കണം. നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന പാഡ് മാറ്റുക, തെറ്റായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് മാറ്റുക, എന്നിട്ട് തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളുടെ രീതികൾ മാറ്റുക. ഇലക്കറികളും നാരുകളും അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളം നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുക. ഒരു നേരം വേവിക്കാത്ത ഭക്ഷണം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും വരികയില്ല. അപ്പം ആർസിമിൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും, നല്ല 8000-ൽ പരം പ്രോഡക്ട്സുകളാണ് നമുക്കുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് pH ബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഇൻറ്റിമേറ്റ് വാഷ് ഉണ്ട്. ഇത് താമരപ്പൂവിൻ്റെ എക്സ്ട്രാക്ട്സ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. കൃത്യമായിട്ട് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ നമ്മുടെ ഇതിനകത്ത് താമരപ്പൂവിൻ്റെ എക്സ്ട്രാക്ട്സ്, വൈറ്റമിൻ E, B5,
മെലട്ടോൺ. അപ്പോൾ അങ്ങനെ ഒരുപാട് ലാക്റ്റിക് ആസിഡ് ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, B5 ഉണ്ട്, അലട്ടോൺ ഉണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടന്റ്, പ്രകൃതിദത്തമായ കണ്ടന്റുകൾ ചേർത്ത ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് വാഷ്. കൃത്യമായിട്ട് നമ്മൾ ഇൻഫെക്ഷൻസും ഇച്ചിങ്സുകളും ഉള്ളവർ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത്, കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ 1-2 ഡ്രോപ്പ് എടുക്കുക നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ഇൻഫെക്ഷൻസ് ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യുക, കുളിക്കുന്ന നേരത്ത് വാഷ് ചെയ്ത് വിടുക. അത്രമാത്രം ചെയ്താൽ മതി. നോർമലി നമുക്ക് ഒരു യൂറിൻ പാസ് ചെയ്താൽ പോലും 1 ഡ്രോപ്പ് എടുക്കുക, നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. കൃത്യമായിട്ടും ഓരോ അസുഖങ്ങളും നമുക്ക് വരികയില്ല. അപ്പോൾ pH ബാലൻസിനെ കറക്റ്റ് ചെയ്യാനും മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാനും ആർസിഎമ്മിൻ്റെ ഇൻറ്റിമേറ്റ് വാഷ് ചോദിച്ചു മേടിച്ചോളൂ. അത്തരം രീതിയിലുള്ള ഒരു പ്രശ്നവും ഇനി നമുക്ക് ഉണ്ടാവില്ല. ഈവൻ ഒരു നമ്മുടെ വിയർപ്പ് നാറ്റം ഉണ്ടാകും, അതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും. സോ അതേ കണക്ക് തന്നെ നമ്മുടെ പൊടിപടലങ്ങൾ നമ്മുടെ കൈകളിൽ പറ്റിയാം. അതേ കണക്ക് തന്നെ നമുക്ക് മേശിരിപ്പണിക്ക് പോകുന്ന അല്ലെങ്കിൽ പാറപ്പണിക്ക് പോകുന്ന അത്തരം ജോലിക്കൊക്കെ പോയിട്ട് നമുക്ക് മാറാത്ത കുറേയേറെ ഇതുണ്ടാകും. അതൊക്കെ വാഷ് ചെയ്ത് കളയുക പറ്റും നമുക്ക് ഈ ഒരു ഇൻറ്റിമേറ്റ് വാഷ്. ഒപ്പം തന്നെ ചെറിയ മുറിവുകൾ ഉണങ്ങാൻ നമുക്ക് ഈ ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാൻ നമുക്ക് ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിക്കോളൂ, നമ്മളൊരു 219 രൂപ മുടക്കി നമ്മളൊന്ന് വാങ്ങിക്കാൻ തയ്യാറായാൽ നമ്മുടെ എത്രമാത്രം അസുഖങ്ങളെ മാറ്റാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കൃത്യമായിട്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ പാഡ് 3 തരം പാഡാണുള്ള ആർസിമിൽ. അതായത് ആദ്യത്തെ 3 ദിവസം ബ്ലീഡിങ് കൂടുതലായിരിക്കും. ആ ടൈമിൽ യൂസ് ചെയ്യേണ്ടുന്ന പാഡാണ് അൾട്രാ പ്രീമിയം പാഡ്. അത് നമ്മൾ യൂസ് ചെയ്യുക. അതിനൊക്കെ തന്നെ സേഫ് ആൻഡ് ലോങ് എന്ന് പറയുന്നത് നമുക്ക് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മണ്ണിൽ ലയിച്ച് തരുന്ന ആനയോൺ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള പാഡുണ്ട്. അപ്പം സേഫ് ആൻഡ് ലോങ് പാഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സേഫാണ്, ലോങ്ങിൽ നമുക്ക് കിട്ടുന്നതാണ്. കാരണം എത്ര ഹെവി ബ്ലീഡിങ് ടൈമിലും നമുക്ക് ഈ പാഡ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ടോപ്പ് ഏജിലേക്ക് വരില്ല, ഇതിൻ്റെ ഇരു സൈഡിലേക്കും ഉൾവലിഞ്ഞ് പോകും എന്നുള്ളത് കൊണ്ട് അതുവഴി നമുക്ക് ഇൻഫെക്ഷൻസോ ഇച്ചിങ്സുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരികയില്ല. അപ്പോൾ സേഫ് ആൻഡ് ലോങ് നമുക്ക് യൂസ് ചെയ്യേണ്ടുന്നത് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാം, ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉപയോഗിക്കാം, യാത്രകളിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ ടൈമിലൊന്നും നമുക്ക് പാഡ് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെയും കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടുന്ന സേഫ് ആൻഡ് ലോങ് പാഡുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അവസാനത്തെ 3 ദിവസം ഉപയോഗിക്കുന്ന റെഗുലർ പാഡുണ്ട്. അതേ കണക്ക് തന്നെ ഏത് സമയവും നമുക്ക് ഉപയോഗിക്കേണ്ടുന്ന എക്സ്ട്രാ ലാർജ് ലോങ് പാഡ് നമുക്കുണ്ട്. അത് നമുക്ക് പൊതുവിപണിയിൽ 155 മുകളിൽ വരും 15 പാഡ് അടങ്ങുന്നതിന്. ഇപ്പം നമുക്ക് ആ 15 പാഡ് അടങ്ങുന്ന പാഡെന്ന് പറയുന്നത് നമുക്ക് വെറും 120 രൂപയെ വിലയുള്ളൂ. മെമ്പർഷിപ്പ് കാർഡ് എടുക്കുന്നതൊക്കെ അതിലും വില കുറച്ച് കിട്ടും. ഈ പാഡിൻ്റെ തന്നെ നമുക്ക് 50 രൂപയുടെ പാഡ് നമുക്ക് ഉണ്ട്. 50 രൂപയ്ക്ക് നമുക്ക് എക്സ്ട്രാ ലോങ് പാഡ് കിട്ടുന്നുണ്ട്. അപ്പം നോക്കിക്കോണം, നമുക്ക് പൊതുവിപണിയെക്കാളും എപ്പോഴും വില കുറച്ച് കിട്ടും, നല്ല സാധനം കിട്ടും, നമുക്ക് ഒരു പ്രശ്നവും വരാത്ത ഇങ്ങനെയുള്ള എല്ലാത്തരം പ്രോഡക്ട്സും ആർസിമിൽ ലഭ്യമാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ആർസിം സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടും ഇന്ന് ഈ കിട്ടിയ ഇൻഫർമേഷനും കൃത്യമായിട്ട് ആരൊക്കെ പരിപാലിക്കുന്നു, ആരൊക്കെ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സുകൾ മാറ്റി ഉപയോഗിക്കാൻ തയ്യാറാവുന്നു, അവർക്കൊക്കെ കൃത്യമായിട്ട് നല്ലൊരു ആരോഗ്യം കിട്ടും. എല്ലാവർക്കും കൃത്യമായിട്ട് രോഗവിമുക്തമായ ഒരു ഇന്ത്യയാണ് എൻ്റെ ലക്ഷ്യം. അപ്പം നമ്മുടെ ലക്ഷ്യം എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. എല്ലാവരും പ്രോഡക്ട്സുകൾ വാങ്ങി കൃത്യമായിട്ട് ഉപയോഗിക്കുക. ബാക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് നിർബന്ധമായിട്ടും പരിപാലിക്കുക. എല്ലാവർക്കും അസുഖമില്ലാത്തൊരവസ്ഥ ഉണ്ടാകട്ടെ. ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.